ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാട്ടത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് പ്രൊമോ നമുക്ക് കേട്ട് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ സുഭാഷ് പണിസ്ഥലത്താണ്. അപ്പോൾ ഉച്ചസമയമായി ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ അഭിനേഷിനുള്ള ഫുഡ് നമ്മുടെ ചാന്ദിനി കൊണ്ടുവരാറാണ് പതിവ്. അപ്പോൾ ഉച്ചസമയമായപ്പോൾ സുഭാഷ് ഭക്ഷണം കഴിക്കാനായിട്ട് ചോറും പാത്രവും ഒക്കെ എല്ലാം എടുത്ത് വെച്ചൊക്കെയാണ്. ആ സമയം കാണാൻ നമ്മുടെ ചാന്ദിനി അഭിനേഷിനുള്ള ഫുഡൊക്കെ ആയിട്ട് വരെയാണ്. അങ്ങനെ ചാന്ദിനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അഭിനേഷിന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. എന്നിട്ട് സുഭാഷ് പറഞ്ഞു, അതെ സുഭാഷിൻ്റെ ഭക്ഷണം കുറച്ച് കഴിച്ച് നോക്ക്, ടേസ്റ്റൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. അതും പറയുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ സുഭാഷിന് കുറച്ച് ഹിന്ദി അറിയാം. അപ്പോൾ ചാന്ദിനിക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് നമ്മുടെ സുഭാഷ് ഹിന്ദി പറയുന്നത്. ചാന്ദിനിക്ക് കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും. ചാന്ദിനിയുടെ ഹിന്ദി സുഭാഷ് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. രണ്ടു പേർക്കും അതായത് സുഭാഷിന് ഹിന്ദി അറിഞ്ഞൂടാ, ചാന്ദിനിക്ക് മലയാളം അറിഞ്ഞൂടാ. എങ്കിലും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് പ്രധാനം. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നമ്മുടെ സുഭാഷ് പറഞ്ഞു, ഞാൻ താമസിയാതെ തന്നെ ചാന്ദിനിയിൽ നിന്ന് ഹിന്ദിയൊക്കെ നന്നായിട്ട് പഠിച്ചെടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം ചാന്ദിനി ഉണ്ടാക്കിയ ചോറും കറികളൊക്കെ നമ്മുടെ സുഭാഷിന് കൊടുക്കുകയാണ്. സുഭാഷ് കഴിച്ചിട്ട് പറഞ്ഞു, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചാന്ദിനി എന്ന് പറഞ്ഞു. അപ്പോൾ ചാന്ദിനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സമയം നമ്മുടെ നികേഷിനാണെങ്കിൽ ഭയങ്കര പനിയാണ് കേട്ടോ. അപ്പോൾ സുഭാഷിന് പിറ്റേ ദിവസമാണ്. അപ്പോൾ സുഭാഷിന് പണിക്ക് പോകണം. അപ്പോൾ സുഭാഷ് പറഞ്ഞു, അയ്യോ ഇത്രയും പനിയാണെങ്കിൽ ഞാൻ എന്തായാലും ഇന്ന് പണിക്ക് പോകണില്ല എന്നിങ്ങനെ പറയണം. അപ്പം നമ്മുടെ നിധി പറയും, അയ്യോ സുഭാഷിയുടെ പണി കളയണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം അവനെന്ന് പറയാം. അപ്പോൾ മോക്കത് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ നോക്കിക്കോളാം, അവന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന് പറയും. സുഭാഷ് ഏട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വരുമെന്നിങ്ങനെ നമ്മുടെ നിധി പറയണം. അങ്ങനെ സുഭാഷ് പണിക്ക് പോവാണ്. ഈ സമയം നമ്മുടെ നിധി നോക്കുമ്പോൾ നികേഷിന് നല്ല പൊള്ളുന്ന കണക്കുള്ള ചൂടാട്ടോ. അപ്പോൾ അവിടെ എന്തെങ്കിലും മെഡിസിനോ കാര്യങ്ങളോ കൊണ്ടുവന്ന് നിധി അവിടെ എല്ലായിടവും നോക്കി, പക്ഷേ മരുന്നൊന്നുമില്ല. അവസാനം നിധി നോക്കിയപ്പോൾ ഉമ്മറത്ത് നമ്മുടെ ഭാസ്കര ഇരിപ്പുണ്ട്. അപ്പോൾ ഭാസ്കരനോട് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു ഗുളികയും മേടിക്കണം, പിന്നെ ചുക്ക് കാപ്പിയും മേടിക്കണമെന്ന് പറഞ്ഞു. എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഭാസ്കരൻ വിചാരിച്ചു നമ്മുടെ നിധിക്ക് എന്തോ വല്ലായ്മ ഉണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു, നമ്മുടെ നികേഷിന് പൊള്ളുന്ന കണക്ക് പനിയാണെന്ന് പറഞ്ഞു. അതാണോ? അവന് മെഡിസിൻ കൊടുക്കണ്ട, നമുക്ക് ചുക്ക് കാപ്പി അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അവന് അതാ പതിവെന്ന് ഇങ്ങനെ പറഞ്ഞു. അല്ലച്ചാ നല്ല പൊള്ളുന്ന പനിയുണ്ട്, ഞാൻ മരുന്ന് പേരെഴുതി തരട്ടെ എന്ന് ചോദിച്ചു. പിന്നെ പേരെഴുതി തരണ്ടേ മോളെ, എനിക്കല്ലാണ്ട് ചെന്ന് പറയാനൊന്നും അറിയില്ല. അങ്ങനെ നിധി പേരൊക്കെ എഴുതി കൊടുത്ത് കാശും കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഭാസ്കരൻ പറഞ്ഞ്, അതെ ഈ കാശൊക്കെ അക്കൗണ്ടിൽ അങ്ങ് ഇട്ട് വെച്ചിരുന്നാൽ മതി, എനിക്കൊരു മരുന്നും ചുക്ക് കാപ്പിയൊക്കെ മേടിക്കാനുള്ള കാശൊക്കെ ഈ ഭാസ്കരൻ്റെ പോക്കറ്റിലുണ്ട് എന്നിങ്ങനെ ഭാസ്കരൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ പറഞ്ഞു, എവൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ തന്നെ ആഴ്ചയിൽ 5 ദിവസവും പനിയായിരിക്കും, അതേ ശീലം തന്നെ എവനും ഉള്ളത്. അന്നൊക്കെ അവൾക്ക് പനി വരുന്ന സമയത്ത് ചുക്ക് കാപ്പിയോ അങ്ങനെയുള്ള പൊടിക്കൈ മരുന്നുകൾ, നാച്ചുറൽ മരുന്നുകളൊക്കെ എന്തെങ്കിലും പച്ചമരുന്നൊക്കെയാണ് കൊടുക്കാറ്. ഈ മരുന്നൊന്നും അധികം കൊടുത്തിട്ടില്ല. കുഞ്ഞിലെ അതേ ഇത് തന്നെയായിരുന്നു നമ്മുടെ നികേഷിനും. അവനും ഇതുപോലെ മെഡിസിൻ ഒന്നും ഒരുപാട് കൊടുക്കാറില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ നികേഷിൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ നിധി ഒന്ന് ഭാസ്കരനെ ഒന്ന് നോക്കി കേട്ടോ. എൻ്റെ നിധി ചോദിച്ചു, അതേ അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നികേഷിൻ്റെ അമ്മ ഇപ്പോൾ ശരിക്കും എവിടെ ഉള്ളത്, അവരെന്തിനാണ് നികേഷിനെ ഉപേക്ഷിച്ചിട്ട് പോയതെന്ന് ചോദിക്കും. എനിക്കറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാട്ടോ അച്ഛാന്ന് ഇങ്ങനെ നിധി പറയും. അതെ എന്നോട് അതിനെക്കുറിച്ചൊന്നും നീ ചോദിക്കണ്ട, ഞാൻ മോളെടുത്ത് അതിനെക്കുറിച്ചുള്ള പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാന്ന് പറഞ്ഞു. കഥ കേൾക്കാനൊക്കെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേടി മോളെന്ന് ഭാസ്കരൻ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാലേ ഈ കഥ മോൾ അങ്ങനെ കേൾക്കണ്ടെന്ന് ഭാസ്കരൻ പറഞ്ഞിട്ട് സൈക്കിൾ എടുത്തുകൊണ്ട് പോവാണ്. അപ്പം നിധി തുറിച്ചൊന്ന് നോക്കും കേട്ടോ ഭാസ്കരൻ അത് മൈൻഡൊന്നും ചെയ്യാണ്ട് പതുക്കെ പോവാം. എന്നിട്ട് ഭാസ്കരൻ പോയിട്ട് ആ പറഞ്ഞ കണക്കുള്ള മരുന്നും ചുക്ക് കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിധീനെ ഏൽപ്പിക്കുകയാണ്. അപ്പോഴേക്കും നികേഷിനെ ഉണർത്തി ആ ഗുളികയൊക്കെ കൊടുത്ത് കിടത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ കിടന്നോ, ഞാൻ നല്ല ചുക്ക് കാപ്പിയും കൂടെ ഇട്ടുതരാം, അതും കൂടെ കുടിച്ച് കഴിയുമ്പോൾ നിൻ്റെ പനിയൊക്കെ മാറിക്കൊള്ളൂടാ നികേഷ് എന്ന് നിധി പറഞ്ഞു. വേണ്ട ഏട്ടത്തി കഷ്ടപ്പെടണ്ട, അതൊന്നും സാരമില്ലടാ മോനെ എന്ന് പറഞ്ഞിട്ട് നിധി പോയി ചുക്ക് കാപ്പിയൊക്കെ ഇടണം കേട്ടോ. ഈ സമയം നമ്മുടെ നീതു ഹരീഷിൻ്റെ പിണക്കവും പരിഭവവും ഒക്കെ ആയിട്ട് വീട്ടിലോട്ട് വരെയാണ്. അപ്പോൾ വീട്ടിൽ വന്ന് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നിധീനെ കാണാം. നിധീനെ ചോദിച്ചു, എൻ്റെ പേര് നീതു എന്നാണ്, എന്നെ അറിയുമെന്ന് ചോദിച്ചു നിധിയുടെ അടുത്ത്. അപ്പം നിധി പറയും, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു, എനിക്കറിയാവുന്ന നീതുവിൻ്റെ അടുത്ത് പറയാണ്. അപ്പം നീതു പറയും, ഞാൻ വെറുതെ വന്നതാ, ഹരീഷിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പം നിധി പറയും, ഇരിക്കാൻ പറയും. അപ്പം നികേഷിനെ കണ്ടപ്പോൾ നീതു ചോദിച്ചു, അതെ നിൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണല്ലോ നികേഷ്, നിനക്ക് എന്നെ പറ്റി വല്ലായ്മ വല്ലതും ആണോ എന്ന് ചോദിച്ചു. എനിക്ക് പനിയാണ്, മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്, പനിയാണെങ്കിൽ ശ്രദ്ധിച്ചോണം കേട്ടോ, ഇപ്പോഴത്തെ പനിയൊക്കെ ഓരോ വൈറൽ പനി പോലെയുള്ള പനികളാണെന്നൊക്കെ പറയും. അതെ നിങ്ങൾ നീതും ഹരീഷും തമ്മിൽ
പിണക്കം എന്താണെന്ന് നികേഷ് ചോദിക്കുകയാണ്. അതെ, ഒരാഴ്ച വരെ എന്നോട് ഭയങ്കര സ്നേഹവും ഭയങ്കര കാര്യവും സംസാരവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വിളിച്ച് എൻ്റെ അടുത്ത് ചൂടാവി ഫോണൊക്കെ സ്വിച്ച് ഓഫൊക്കെ ചെയ്ത് വെച്ചേക്കുക. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ തിരക്കിലാണെന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം ഭയങ്കര ഇതായിരുന്നു, ദേഷ്യപ്പെടലും ഒച്ചയെടുക്കലൊക്കെ ആയിരുന്നു എന്ന് നീതു പറഞ്ഞു. അപ്പം നിധി ചോദിച്ചു എന്നായിരുന്നു സംഭവം. 2 ദിവസം മുന്നേ എന്ന് പറഞ്ഞു. അപ്പം നികേഷും നിധിയും കൂടെ മുഖത്തോട് നോക്കി. അന്ന് സുധീഷിനെ കാണാണ്ടായ ദിവസമാണോ? അപ്പം നികേഷ് ചോദിച്ചു അതെ ഇന്ന ദിവസമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ നിധി പറഞ്ഞു അതെ, അത് സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും നടന്ന സംഭവം അന്ന് നമ്മുടെ സുധീഷിനൊരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നികേഷ് ചോദിക്കും നിധിയേട്ടത്തി അത് പറയണമെന്ന് ചോദിച്ചു. അറിയട്ടെ, അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണ അങ്ങ് മാറട്ടെ നികേഷ് എന്ന് പറഞ്ഞു. എന്നിട്ട് നിധി കാര്യങ്ങളൊക്കെ നീതുവിനോട് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതായത് നിധിയുടെ വീട്ടുകാർ ചേർന്ന് സുധീഷിനെ ഗുണ്ടകളെ വിട്ട് പിടിച്ചുകൊണ്ട് പോയതും ഇതൊക്കെ പേടിയോടുകൂടി നമ്മുടെ നീതു കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീതു ചോദിച്ചു അയ്യോ ഇങ്ങനെ ഒരു സംഭവമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഹരീഷിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്നാൽ ഞാൻ ഇത്രയും പ്രാവശ്യം വിളിച്ചു, ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഹരീഷിന് ഫോൺ എടുത്തിട്ട് ഇന്നതാണ് കാര്യമെന്ന് പറഞ്ഞാൽ പോരെ, ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? എന്നിട്ടിപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചൊക്കെയാണോ? പക്ഷേ ഞാൻ കാര്യം എന്താണെന്ന് ശരിക്കും അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എനിക്ക് നികേഷ് ഞാൻ ഒരിക്കലും ഹരീഷിനെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും വലിയൊരു അപകടം നടന്ന കാര്യം അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം നികേഷ് പറഞ്ഞു എന്നോട് സുഭാഷ് ചേട്ടനോടും പറഞ്ഞത് ഏതോ ഒരു വർക്ക്ഷോപ്പിലെ ഒരു പയ്യനാ വിളിച്ചുകൊണ്ടിരിക്കണേന്നും പറഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം നീതു വെച്ച് ഫോൺ പൊട്ടിച്ചോ? അമ്മാതിരിയല്ലേ നീതു കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, 1 മിനിറ്റ് ഗ്യാപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം നീതു പറഞ്ഞു ശരിക്കും എനിക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ടാണ് ഞാൻ നിന്ന് തച്ചിന് വിളിച്ചുകൊണ്ടിരുന്നതെന്ന് നീതു പറഞ്ഞു. എന്തായാലും തെറ്റിദ്ധാരണ വെക്കണ്ടെന്ന് നമ്മുടെ നിധി പറയണം. അത് കേട്ടപ്പോൾ നമ്മുടെ നീതു പറഞ്ഞു ഇല്ല, ഞാൻ ഹരീഷിനെ വെറുതെ സംശയിച്ചു, എന്തായാലും ഞാനത് സോറി പറഞ്ഞോളാം, എനിക്കറിയാതെ പറ്റിപ്പോയതല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അല്ല ഹരീഷിനും പറയാമായിരുന്നു ഇന്നതാണ് കാര്യം എന്നുള്ളത്, പറയാൻ പാടില്ലേ എന്നിങ്ങനെ നിധിയും പറയായിരുന്നു. അങ്ങനെ നമ്മുടെ നിധി ചെന്നിട്ട് നല്ലൊരു കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് 2 പേർക്കും കൊടുക്കുകയാണ്. നിധിക്കും അല്ല നമ്മുടെ നീതുവിനും കൊടുത്തു. അതുപോലെ നമ്മുടെ നികേഷിന് പനി മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു കട്ടൻ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് നീതു പറഞ്ഞു അതെ ഇന്ന് എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ നിധിനെ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പഠിപ്പിച്ചു തരാം, ഈ കാപ്പിക്ക് കുറച്ചും കൂടെ മധുരവും വേണം, പിന്നെ കടുപ്പം നന്നായി കൂടിപ്പോയെന്നും പറഞ്ഞു. പക്ഷേ നികേഷിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നീതു അവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് പോവാണ്. ഈ സമയം നമ്മുടെ നികേഷ് പറഞ്ഞു എനിക്ക് ആ പറഞ്ഞതിനോട് ആ പെണ്ണിനോട് നീതുവിനോട് എനിക്ക് അത്ര ഇതില്ല, പിന്നെ എന്തോ അറിയാവുന്ന ആളാ എന്നൊക്കെ പറഞ്ഞിട്ട് നീതുവിനെ ഏതാണ്ടൊക്കെ നികേഷ് പറഞ്ഞു കേട്ടോ. അപ്പം എന്നിട്ട് നികേഷ് പറഞ്ഞു നല്ല കോഫിയാ, നല്ല കാപ്പിയാ നിധിയേട്ടത്തി, ഒരു കുറ്റവും പറയാനില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നിധി പറഞ്ഞു അത് മതി, നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട, നീതു എന്തോ പറഞ്ഞോട്ടെ സാരമില്ല, ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും എന്ന് നിധി പറഞ്ഞു കേട്ടോ. അതിനുശേഷം വൈകിട്ടായപ്പോൾ നമ്മുടെ ഹരീഷും സുഭാഷും കൂടെ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ സുഭാഷ് വന്ന പാടെ തന്നെ നികേഷിൻ്റെ അടുത്ത് ചോദിക്കണം ഇടാ മോനെ പനിയൊക്കെ എങ്ങനെയുണ്ട്, നിനക്ക് കുറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നികേഷ് പറയും എൻ്റെ പൊന്ന് സുഭാഷ് ചേട്ടാ എന്ത് കെയറിങ് ആയിരുന്നു നിധിയേട്ടത്തി, എന്നെ ഇത്രയും നിധിയേട്ടത്തിയുടെ ഒരു അതായത് പ്രസൻസ് ഇത്രയും എനിക്ക് ഉപകാരപ്പെട്ടത് ഇന്നത്തെ ദിവസമായിരുന്നു, എന്നെ അതുപോലെ കെയർ ചെയ്ത് ചുക്കാപ്പിയും മരുന്നും ഒക്കെ സമയാസമയങ്ങളിൽ തന്നു, ഇപ്പോൾ എന്തായാലും പനി വിട്ടു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സുഭാഷിന് ഭയങ്കര സമാധാനമാവുകയാണ്. അപ്പോൾ നിധിയുടെ ഫോണിലോട്ട് ആരോ വിളിച്ച് എന്തോ നിധി അകത്തോട്ട് പോയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹരീഷിൻ്റെ അടുത്തും സുഭാഷിൻ്റെ അടുത്തും നമ്മുടെ നികേഷ് പറഞ്ഞു ശരിക്കും സുഭാഷ് ചേട്ടാ നിധിയേട്ടത്തിയുടെ വില എന്താണെന്ന് ഇന്ന് ഞാൻ ശരിക്കും അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നിധി വന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് സുഭാഷ് പറയും ഞാൻ എന്തായാലും അത്താഴത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ഹരീഷിൻ്റെ അടുത്ത് നമ്മുടെ നിധി ചെന്നിട്ട് ചോദിക്കും അതെ നമ്മുടെ നീതുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. പ്രശ്നമോ, എന്ത് പ്രശ്നമാണ് നിധിയേട്ടത്തി? അത് പിന്നെ ഇങ്ങനെ നമ്മുടെ ഹരീഷ് പറയും കേട്ടോ. അപ്പോൾ നിധി പറയും അതെ ഇനി ഉരുളാനൊന്നും നിൽക്കണ്ട, ഇന്നിവിടെ നീതു വന്നിട്ടുണ്ടായിരുന്നോ, ശരിക്കും പറഞ്ഞാൽ നിനക്ക് നീതുവിനോട് ആ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ, അവളോട് ദേഷ്യപ്പെട്ട് അവൾക്ക് എന്താ നിൻ്റെ അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ, അപ്പോൾ ഇന്നതുപോലെ സുധീഷിനെ തേടി പോകണമെന്ന് കാര്യം അങ്ങ് പറയാൻ പാടില്ലേ. അപ്പോൾ എൻ്റെ ഭാഗത്തും ഉണ്ട് നിധിയേട്ടത്തി തെറ്റ് പറ്റിപ്പോയി, അന്നേരത്തെ ആ ഒരു മൈൻഡിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതാന്ന് പറഞ്ഞു, പിണക്കമൊക്കെ മാറ്റിക്കണം കേട്ടോ, ഇങ്ങനെ ദേഷ്യപ്പെടുന്നതൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ നിധി പറഞ്ഞു ഉപദേശിക്കുകയാണ് കേട്ടോ. ഇതേ സമയം
ഹരീഷിൻ്റെ ഫോണിലോട്ടൊരു കോള് വരെയാണ്. അതായത് നമ്മുടെ സുധീഷ് വിളിക്കുകയാണ്. അതായത് ഇന്ന് സുധീഷ് കുറച്ച് ലേറ്റാവും, ഒരു ഓട്ടം ദൂരോട്ട് പോവുകയാണ്, അപ്പോൾ ഡോറ് കുറ്റിയിടണ്ട, അടച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷ് ചോദിക്കും, നീ സുഭാഷ് ചേട്ടനെ വിളിച്ച് പറഞ്ഞില്ലേ? സുഭാഷ് ചേട്ടനെ വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾ പറയുന്നുണ്ട്, അതാ നിന്നെ വിളിച്ചതൊന്ന് പറഞ്ഞേരെന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷ് പറയും, ആയിക്കോട്ടെ, അതെ നീ ഓട്ടം പോണയാണല്ലോ അല്ലേന്ന് ചോദിക്കുന്നത്. പിന്നെ ഓട്ടം പോകാണ്ട് വേറെ എന്നടാന്ന് പറഞ്ഞിട്ട് സുധീഷ് വെച്ചെടുത്തിട്ട് ഫോൺ വെക്കും കേട്ടോ. ഇതേ സമയം നമ്മുടെ സുഭാഷ് അവിടെ ഭയങ്കര കുക്കിങ്ങാണ് അത്താഴത്തിനുള്ള. അപ്പം നിധി ചെന്നിട്ട് പറയും, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം സുഭാഷ് ചേട്ടാന്ന് പറയാം. വേണ്ട മോളെ, നീ പോയി ഇരുന്നോ എന്ന് പറയാം. അപ്പം നികേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, മോനെ നിനക്ക് എന്നാ വേണ്ടതെന്ന് നമ്മുടെ നിധി ചോദിക്കണം. എനിക്ക് ഇനിയിപ്പോൾ ഒന്നും വേണ്ട നിധി ഏട്ടത്തി, ഞാൻ കിടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അത്താഴം എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശരീരം മരുന്നൊക്കെ കഴിക്കാനുള്ളതാ, ശരീരത്തിന് ബലക്കുറവൊക്കെ ഉണ്ടാവും, ഞാനൊരു കാര്യം ചെയ്യാം, നല്ല ചൂട് ദോശ ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി പോയി നിതീഷിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പം നിതീഷിന് ഭയങ്കര സന്തോഷമാവേണം, അതിനേക്കാളേറെ നമ്മുടെ സുഭാഷിന് സന്തോഷമാവേണ്. അപ്പോൾ ഇതേ സമയം ഇടയ്ക്കൊക്കെ നിധി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇത്ര നേരമായിട്ട് സുധീഷ് എന്തുകൊണ്ടാണ് വരാത്തത്? കാരണം നിധിയുടെ മനസ്സിൽ ചെറിയൊരു അങ്കലാപ്പുണ്ടേ. കാരണം കഴിഞ്ഞ ദിവസം അതെൻ്റെ വീട്ടുകാർ സുധീഷിനോട് ചെയ്ത ആ ഒരു ക്രൂരത നിധിയുടെ മനസ്സിൽ പേടിയായിട്ട് കിടപ്പുണ്ട്. ഇനി എന്തെങ്കിലും അതുപോലെയുള്ള എന്തെങ്കിലും ആപത്ത് പറ്റിയതാണോ എന്നൊക്കെയുള്ള പല 100 ചിന്തകളായിട്ട് നിധി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരു എപ്പിസോഡ് അവിടെ കൊണ്ട് നാളത്തെ വൈൻഡപ്പ് ആവാൻ കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഇനിയിപ്പോൾ എന്താണ് സുധീഷിന് സംഭവിക്കാൻ പോകുന്നത്, സുധീഷിന് എന്തെങ്കിലും സംഭവിക്കുമോ, നിധിക്കുള്ള ആ ഒരു ടെൻഷൻ്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു വിശേഷത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.